Durga and Joby, as always, nalla performance ആയിരുന്നു. Dancers, you guys did wonderful as well. Full of energy packed ആയിരുന്നു. എങ്ങനെയായിരുന്നു ഈ സ്റ്റേജിൽ ഒന്ന് പാടുക? Season 4. കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. I know, I think തൊണ്ട and മൂക്കിന്റെ ഒരു problem. That's okay, don't worry about it. Marks ജോബിക്കല്ലേ, what's our problem? Okay, so ജോബിക്ക് എങ്ങനെ തോന്നുന്നു? How was it? പാടിയിട്ട്? ജോബി ആസ് ഓൾവേസ് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അത് മീറ്റ് ചെയ്തോ നമുക്ക് ചോദിക്കാം. ശ്രീയേട്ട. വിസിലേ വിസിലേ എന്ന് തുടങ്ങിയ സ്ഥലമുണ്ടല്ലോ, ആ ഗാന്ധാര എത്തിയില്ല, ഒന്ന് പഠിക്കേ. വിസിലേ വിസിലേ വിസിലേ, ആ ആ ടച്ച് ചെയ്തില്ല പല സ്ഥലങ്ങളിലും. പിന്നീട് 2 സ്ഥലങ്ങളിലും പൂമഴ എന്നുള്ള സെക്കൻഡ് ടൈം ഉണ്ടല്ലോ, ഒരു റീസനി എന്നുള്ള നോട്ട് വരുന്നേ. പൂമഴ ആ ജോബിയുടെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. സാധാരണ ഞങ്ങൾക്ക് പേന എടുക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയല്ല ജോബി. ഇത്തവണ ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചു. ഓൾ ദ ബെസ്റ്റ്. ദുർഗ നന്നായിട്ട് പാടി കേട്ടോ. ദുർഗ ഇപ്പൊ എന്റെ കൂടെ പാടിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ദുർഗ നന്നായിട്ട് പാടി. നന്നായിരുന്നു. ഇതെന്താണ് പട്ടാളക്കാരൻ? എന്താണ് പട്ടാളക്കാരൻ? ഓ ശരി. ഇത് പറഞ്ഞ ഈ നില്ലടി സംഗതി മോനത് അതേ ഉള്ളു ഇതില് പാടാനായിട്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് അതങ്ങനെ സ്ലിപ്പായെന്ന് അറിഞ്ഞൂടാ ജോബിക്ക്? പലവിലും ആസ്പലയിലൊക്കെ അതിങ്ങനെ പോയി. അത് സെയിം തന്നെയാണ് പൂമഴയും പെൺപുലിയൊക്കെ അല്ലേ? നമ്മൾ കലക്കണ്ട ഈ 8th സ്റ്റേജ് വേണ്ട ജോബി? എന്റെ ദുർഗ കണ്ടതിന്റെ സന്തോഷം കേട്ടോ. ചിത്ര ചേച്ചി. ദുർഗ ചേച്ചി ഇപ്പോഴും മുമ്പത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പാടിയേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടും മുമ്പിൽ ഇരുന്ന് കേൾക്കുമ്പോ സന്തോഷമുണ്ട് കേട്ടോ. നന്നായിട്ട് പാടി തീർക്കുക. ഒത്തിരി സന്തോഷം ചേച്ചി. താങ്ക് യു. ജോബി ജോബിയുടെ നിന്ന് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ പ്രതീക്ഷിച്ചത് കൊണ്ട് ഒരു ചെറിയൊരു എന്ന് വെച്ചാല് ഞാൻ എഴുതിയിരിക്കുന്ന 3 സ്ഥലത്ത് അതായത് സംഗതിക്ക് ക്ലാരിറ്റി കുറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞ സ്ഥലങ്ങൾ നില്ലടി, പൂമഴ, പെൺപുലി ഇതൊക്കെ തന്നെ ഞാനും എഴുതിയിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എന്തായിരുന്നു ഒരു കൺഫ്യൂഷൻ വന്നത്, ഒരു 2 ബാർ വെറുതെ പോയി. അതെന്തായിരുന്നു? സെക്കൻഡ് ചരണത്തില് അത് 4 ബാർ കയറി പാടിയതാ. ആ ശരി 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 ഓക്കെ. അപ്പൊ എന്തായാലും ഒരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു അവിടെ. അത്രേ ഉള്ളൂ. പാടുന്നോണ്ടാണ് ആ സ്ഥലം തികയാതെ വരുന്നതെന്ന് തോന്നുന്നു. ക്ലാരിറ്റി നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതർവൈസ് ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒന്നുകൂടെ കൂടാൻ, ഒരു സ്റ്റേജും കൂടെ കൂടാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഒരു ഹാർഡ് വർക്ക് വേണം കേട്ടോ. താങ്ക് യു ചേച്ചി. ഞാൻ കാർത്തിക. ജോബി, എനിക്ക് പിന്നെ പാട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജഡ്ജസ് ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പെർഫോമൻസ് നന്നായിരുന്നു. എനിക്ക് എവിടെയൊക്കെ ലോറൻസ് മാസ്റ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും എക്സ്പ്രഷൻ ഒക്കെ എവിടെയോ എനിക്കെന്തോ ദുർഗയുടെ അടുത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയ സംശയം. നന്നായിരുന്നു. ഡാൻസസ് എല്ലാം നന്നായിട്ട് ചെയ്തു. നല്ല കോസ്റ്റ്യൂംസ് ആയിരുന്നു. പിന്നെ കുറച്ചുകൂടെയൊക്കെ പാട്ടാണ് എന്തായാലും, പക്ഷെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ. ഡാൻസ് ചെയ്യോ? ചെറുതായിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ആ ബോഡിയിലുണ്ട് എന്തായാലും. പിന്നെ എനിവേ ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്തു. ദുർഗ, എനിക്ക് തോന്നുന്നു സന്തോഷമുണ്ട്. ഭയങ്കര റിലാക്സ്ഡ് ആണ്. അന്ന് എന്തായിരുന്നു ടെൻഷൻ, ഞാനിപ്പോ ഓർക്കായിരുന്നു. എനിവേ കണ്ടതിൽ സന്തോഷം. അപ്പോ ജോബിക്ക് വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സോ നമ്മളുടെ മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ, ഔട്ട് ഓഫ് 100 ആണ് ആസ് ഓൾവേസ്. ചിത്ര ചേച്ചി, ഔട്ട് ഓഫ് 30. ഞാൻ ജോബിക്ക് 22. ശരത് സർ? ഞാൻ ജോബിക്ക് 23. ശ്രീയേട്ട? 23. 23. And finally Karthika, out of 10. It's to mark. 8 on 10. Total marks ജോബിയുടെ ഈ മത്സരഗാനം റൗണ്ടിൽ 76 മാർക്സ് ആണ്. 2007 ഞാൻ എനിക്ക് വേണ്ടിയായിരുന്നു SMS ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ ജോബി ചേട്ടന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ജോബി ചേട്ടൻ SMS ചെയ്യണം. ജോബി ചേട്ടൻ SMS ചെയ്യേണ്ട ഫോമാറ്റ് ജോബി JOBY